വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങൾ ഓരോരുത്തരും ചുമതലയുള്ളവരാണ്, ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോരുത്തരോടും അവരവരുടെ ചുമതലയെ പറ്റിയിട്ടും ഉത്തരവാദിത്തത്തെ പറ്റിയിട്ടും ചോദിക്കപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ, കുടുംബം, വിദ്യാർത്ഥി, സമൂഹം തുടങ്ങിയതൊക്കെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തത്തിലുള്ളതാണ്, ചുമതലയിലുള്ളതാണ്. ആ ചുമതലയെ പറ്റി അള്ളാഹു ചോദിക്കുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോ സ്ഥാനാർത്ഥിയാവാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അതുപോലെ ജനങ്ങളുടെ ചുമതലകൾ ഏറ്റെടുക്കാനൊക്കെ സ്വമേധയാ മുന്നിട്ടിറങ്ങുന്ന കാലമാണ്. അതിനുവേണ്ടി തർക്കങ്ങളും അടിപിടികളൊക്കെ നടക്കുമ്പോൾ ചുമതലയെ പറ്റിയിട്ട് ആലോചിക്കണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂഫയിലെ പള്ളിയിൽ ളുഹ്ർ നിസ്കാരം കഴിഞ്ഞ് അവിടെ മൈതാനത്തിരിക്കുകയാണ്. അദ്ദേഹം ജനങ്ങളെ വിളിച്ച് ജനസമ്പർക്ക പരിപാടി നടത്തുകയാണ്, ജനസേവനം നടത്തുകയാണ്. അസർ വരെ ജനങ്ങളെ കാണാൻ വേണ്ടിയും ജനങ്ങളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ മൈതാനത്തിരുന്നിരുന്നു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, ജനനേതാക്കൾ, ജനനായകന്മാർ ഇതൊക്കെ ശ്രദ്ധിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ 12 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തെ സ്വപ്നം കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ഫിൽ ഹിസാബി ഇലൽ ആൻ. ഈ നീണ്ട 12 കൊല്ലം ഞാൻ വിചാരണയിലാണ്. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടിട്ട് പറയാണ്, വഖദ് നൂകിഷ്തു ഫീ ജദിയിൻ. എന്നെ ഒരു ആട്ടിൻകുട്ടിയുടെ വിഷയത്തിൽ അതിശക്തമായ വിചാരണ നടത്തി. പൊട്ടിയ പാലത്തിൽ നിന്ന് താഴെ വീണ് കാലൊടിഞ്ഞ ആ ആട്ടിൻകുട്ടിയുടെ വിഷയത്തിലാണ് ഞാൻ വിചാരണ നേരിട്ടത്. പാലം ശരിയാക്കൽ എന്റെ ബാധ്യതയായിരുന്നു, പോകുന്ന വഴി റെഡിയാക്കൽ എന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഞാനത് ശരിയാക്കാത്തതിന്റെ പേരിൽ, പൊട്ടിയ പാലം നേരാക്കാത്തതിന്റെ പേരിലാണ് ആട്ടിൻകുട്ടി താഴെ വീണതും കാലൊടിഞ്ഞതും. അതിന്റെ പേരിൽ 12 കൊല്ലം വിചാരണ നേരിട്ടു. പക്ഷേ വലാകിൻ ഗഫറല്ലാഹു ലി വഅഫ അന്നി. അല്ലാഹു ഇപ്പോൾ എനിക്ക് പുറത്തു തന്നതും മാപ്പ് തന്നതും ഒരു കുട്ടി പിടിച്ചു കൊണ്ടുവന്ന പൈങ്ങാക്കിളിയെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി അതിന്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചയച്ചത് കൊണ്ട് അല്ലാഹു എനിക്ക് പുറത്തു തന്നു എന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. രാഷ്ട്രീയക്കാരുടെയും ഭരണം നിർവഹിക്കുന്നവരുടെയും ചുമതലയാണ് പാലം ശരിയാക്കി കൊടുക്കല്, റോഡ് നേരാക്കി കൊടുക്കല്, വഴിയില്ലാത്തവർക്ക് വഴി ഒരുക്കി കൊടുക്കല്, രോഗികളുടെ കണ്ണീരൊപ്പല്, വിദ്യാഭ്യാസമില്ലാത്തവർക്ക് അതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കല്. ഇതൊക്കെ ചുമതലയാണ് എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത്. മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ലില്ലാഹി വുജൂഹൻ ഫീ ഖൽഖിഹി. അല്ലാഹുവിന് ചില കാര്യസ്ഥന്മാരുണ്ട്, ഖലഖഉം ലിഖളാഇ ഹവായിജി ഇബാദിഹി. അടിമകളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ചില കാര്യസ്ഥന്മാരെ തന്നെ അള്ളാഹു അവന്റെ പടപ്പുകളിൽ ആക്കിയിട്ടുണ്ട് എന്ന് മഹാനായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു. ഇവിടെ സ്വന്തം പാർട്ടിക്കാർ എന്നോ സ്വന്തം ആളുകൾ എന്നോ സ്വജനപക്ഷപാതമൊന്നും ഇവിടെ പാടില്ല. വിശുദ്ധ ഖുർആൻ അതും സൂചിപ്പിക്കുന്നുണ്ട്. ഫഹഫിളോദിയ ആയത്ത്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത ആളുകൾ, നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാത്ത ആളുകൾ,
അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവർക്ക് നിങ്ങൾ സേവനം ചെയ്തു കൊടുക്കണം, അവരോട് നിങ്ങൾ നീതിയോടെ പെരുമാറണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി നിർവഹണം നടത്തുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് നിങ്ങളോട് യുദ്ധത്തിന് വരാത്തവർ, നിങ്ങളോട് ശത്രുതയില്ലാത്തവർ, അവർക്കെല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കണമെന്ന്. തഫ്സീറുകളിൽ അനവധി സംഭവങ്ങൾ ഇത് വിശദീകരിച്ച് അമുസ്ലിമീങ്ങളായ ആളുകൾ, പ്രസ്ഥാന ബന്ധുക്കളല്ലാത്ത ആളുകൾ അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നും, മഹദിയായ അസ്മാ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ അമുസ്ലിമായിരുന്നു, അവര് വീട്ടിലേക്ക് വരുന്നതും അവരുടെ ഹദിയ സ്വീകരിക്കുന്നതും ഒക്കെ ചെയ്തോ എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതൊക്കെ ഇത് വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ചുമതല ഏറ്റെടുക്കുന്നവര്, ജനങ്ങളുടെ ചുമതല ഏറ്റെടുക്കുന്നവര്, പള്ളിയുടെ ചുമതല ഏറ്റെടുക്കുന്നവര്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റു നടത്തുന്നവര്, ഇതൊക്കെ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കണം, ഇല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് ഇതിലൂടെയൊക്കെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നലെ ഒരു സഹോദരൻ വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിലേക്ക് 5000 രൂപ സംഭാവന ചെയ്ത് അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല നീക്കി കൊടുക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.